രാവിലെ നമ്മള് ദോശക്ക് കടലക്കറി ഉണ്ടാക്കിട്ടോ. അപ്പൊ ഉച്ചക്ക് കൈപ്പയ്ക്കും പയറും ഉപ്പേരിയാണ് ഉണ്ടാക്കിയത്. കറിയൊന്നും വെച്ചിട്ടില്ല. എന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. മത്തൻ നിനക്ക് ഇഷ്ടമല്ല ഐറ്റം കണ്ടോന്ന്. മത്തൻ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് സുകന്യ കൂട്ടാൻ വെക്കും, ഞാൻ ഇരുന്ന് കഴിക്കും. ഇടയ്ക്കൊക്കെയാണ് ഈ അപൂർവ ഭാഗ്യങ്ങൾ കിട്ടാറുള്ളൂ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐശ്വര്യമായിട്ട് നോക്കിക്കോ, ഞാൻ ഒന്നിക്കും വരില്ല. ഇടത്തേക്കൈ കൊണ്ടല്ല, വലത്തേക്കൈ കൊണ്ട്. എന്താണ് ഉപ്പേരി വെക്കാൻ വേണ്ടിട്ട് പച്ചമുളക് കയറിയതാണ്. ഞാൻ മുറിക്കണോ? ഞാൻ മുറിച്ചു തരണോ? അങ്ങനെ മുറിക്കുന്ന കാണുമ്പോ ആൾക്കാരെ തോന്നി ഓരോടത്ത് കൂട്ടിയത് വലിച്ചെറിയണ്ട. അത് അമ്മു എന്താ ചീണ പോലെ ചീണത്. അമ്മ എന്ത് ചെയ്യാം, അമ്മ ഓരോടത്ത് കൂട്ടും. അപ്പൊ നീ അമ്മൂനേക്കാളും ചെറിയ കുട്ടിയാണ് ഇവിടത്തേലേ. അപ്പൊ നീ നേരെ ചെയ്യ്. അതിന്റെ തൊലി കളയണോ? തൊലിയൊക്കെ കളയാം. ഇതിന്റെ തൊലി അങ്ങനെ മൂത്തിട്ടില്ല അല്ലേ? ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിട്ട് ചെയ്യാം. ഇപ്പൊ കഴിയില്ല, കുട്ടികള് വരാനാവണുള്ളൂ. എനിക്ക് ഇഷ്ടം മത്തൻ. എനിക്ക് മത്തൻ കൂട്ടാൻ വെച്ചാലൊക്കെ ഇഷ്ടമാണ്. കൂട്ടാൻ വെച്ച ഇഷ്ടം. എനിക്ക് എന്താ ഈ മത്തനും വെള്ളപ്പയറും പാടെ നമ്മള് സദ്യക്ക് ഉണ്ടാക്കില്ലേ? ഓലനല്ല, എന്റെ കഴിഞ്ഞു ചത്തല്. തേങ്ങയും കൊണ്ടല്ലേ, തേങ്ങയൊക്കെ ഇട്ടിട്ടില്ലേ? അന്ന് നമ്മൾ ഇതെല്ലുണ്ടാക്കി. ഇവിടെ ഒന്ന് വിഷുവിന് ഓണത്തിനൊക്കെ മത്തനും ചേനയും പാടെ ഇട്ടിട്ടല്ലേ അങ്ങനെ ഉണ്ടാക്കാം. ഇത്ര വലുപ്പത്തിലല്ലേ? കുട്ടിയെ അങ്ങനെയല്ല, കുട്ടിയെ ഇങ്ങനെയാണ് കുട്ടിയെ. ശരിയാകുന്നു. കുഞ്ഞു കുഞ്ഞതാക്കി നോക്കി. ഓരോ കഷ്ണം വെക്കുന്നതും ഓരോ രീതിയിലാണ്. കണ്ടോ? ഇതാ ഇങ്ങനെയല്ല, നിങ്ങട് ഇതിനെക്കാട്ടിലും ചെറുതാക്ക്. ഞാനിപ്പോ ഒരു വടി എടുത്തപ്പോ വരുമ്പോ ചുണ്ട് നീറുന്നു. എല്ലാരും പറയും പ്രസി സുകന്യനെ എന്താ പണിയെടുപ്പിച്ച് കൊല്ലിയാണ് പറയും. നീ നുറുക്ക്, ഞാൻ എന്റെ നുറുക്കല് കഴിഞ്ഞു. ഒരു മിനിറ്റ്, ചുണ്ടേ നല്ല നീർച്ച. ഇതെന്ത് പച്ചമുളക് ഇങ്ങനെ എരിവോ? ഉപ്പേരി എരിവില്ലല്ലോ. എന്നിട്ട് ഒറ്റമുളക് നല്ല എരിവുണ്ട്. ഞാൻ ഇത് അറിയാനൊരു നാവി വെച്ചു. എന്റെ ചുണ്ട് നീറിയിട്ട് വയ്യ. എന്റെ ഫാൻ്റെ ഒക്കെ നേരെ പിന്നെ നേരെ ഇരിക്കടി പെണ്ണേ. അങ്ങനെ പൊന്നൂസ് ഉറങ്ങാണ് കേട്ടോ. അപ്പൊ അവൻ നീക്കുമ്പോഴേക്കും അവളെയും കൊണ്ട് ചീപ്പിക്കാന്ന് വിചാരിച്ചിട്ട് ഇതാ ഇവിടെ നുറുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നീ സോനിയെ ഇത് കഴുകിയിട്ട് നീ എന്താച്ച ചെയ്തോളെ. തീ കത്തിച്ചു തരാട്ടോ ഞാന്. ഗ്യാസിലാ വെക്കണ്ടത്? അടുപ്പിൽ വെച്ചാ പോരെ? ചീനച്ചട്ടിയില് ഇട്ടാ മതി. പച്ചമുളകാണ്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് ഇതൊരു ചെറിയ റെസിപ്പി. വരി, നമുക്ക് ഒരുമിച്ച് കൂടാം. നീ വാ. അമ്മുട്ടിയെ ചോറുണ്ടോ? എവിടേക്ക്? നാളെയാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ, കുറച്ച് മതിയേ. ഇതൊന്ന് വേവാനുള്ള വെള്ളം മതി. അയ്യോ മൂന്നാം കല്ല് വീട് കൈ കൊള്ളണ്ട. കുട്ടികളുടെ പണിയാണ്. നോക്കിയപ്പോ സിമന്റ് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടത് മറക്കുകയും ചെയ്തേക്കണം. ഇനി അടുപ്പത്ത് വെച്ചല്ലേ കത്തിക്കാൻ.
അടുപ്പത്ത് വെച്ചു. അടുപ്പത്ത് ഉപ്പിട്ടോ? അടുപ്പത്ത് വെച്ചിട്ട് ഉപ്പിടാ വിചാരിച്ചു. അടുപ്പത്ത് വെച്ചിട്ടാ? ആ ചെരിച്ചിട്ടാ വെക്കുന്നത്. കല്ലുപ്പാട്ടിന് കല്ലുപ്പായതുകൊണ്ട് എനിക്ക് അളവൊന്നും അറിയില്ല. എനിക്ക് അതാ പേടി. ഞാൻ പൊടിയിപ്പ് പോയിക്കൊണ്ട് കല്ലുപ്പ് ഇട്ടാ കൂടും ചെയ്ത പണി കിട്ടും. എൻ്റെ അമ്മ ആകെയുള്ള പേടിയാണിത്. എന്തിനാ പേടിക്കണത്? കല്ലുപ്പ് ഇട്ടാ ശരിയാവില്ലേ? ഒന്നല്ലേ കൂടും. കാരണം വലിയ വലിയ കല്ലല്ലേ. പൊടിയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. എന്റെ വീട്ടില് തന്നെ പൊടിയപ്പല്ലോ യൂസ് ചെയ്യാ. കല്ലുപ്പ് അധികം യൂസ് ചെയ്യും. എടുക്കില്ല? എന്റെ വീട്ടില് രണ്ടും എടുക്കും. എനിക്ക് രണ്ടിലും പേടിയില്ല. നമ്മുടെ ആടെ പൊടിയപ്പാണ്. അതെ, കല്ലുപ്പ് പൊടിച്ച് വെക്കും. അപ്പൊ പെട്ടെന്ന് മറ്റും നോക്കിയൊക്കെ എൻ്റെ മുഖത്തേക്കാണ് വരുന്നത്. ഇവിടേക്ക് ഒന്ന് സിമെന്റ് ഇട്ടിട്ട് അടയ്ക്കണം. മഴ ഒന്ന് കമ്മിയായിട്ട് വേണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. എനിക്ക് പേടിയാണ്. ഇന്നലെ ഞാന് ഫോണില് ന്യൂസ് കണ്ടു. പെട്ടെന്ന് തന്നെ 10 ദിവസത്തിനുള്ളിൽ മുല്ലപ്പെരിയാർ പൊട്ടുത്രേ. ഓരോരുടെ പ്രവചനം. കളയോ? ഉപ്പ് നോക്കിയൊക്കെ പ്രളയൊക്കെ അയക്കണോ? ഉപ്പൊക്കെ ഉണ്ട്. ഭാഗ്യം ഞാന് എരിവ് തോന്നില്ല. അത് വേവട്ടെ, തീ കത്തിക്കാം. ഞാനത് നാല് ഇട്ട് പച്ചമുളക്. വല്ലാണ്ട് എരിവായ കുട്ടികൾ കഴിക്കില്ല. ഇനി അതാണ് ഞാൻ 4 ഇട്ടു. സുഖമില്ലാട്ടോ. അത് എന്താന്നറിയില്ല. മനസ്സിനൊരു സുഖമില്ല. പറയണതൊന്നും കിട്ടണില്ല. പറയാൻ എന്തൊക്കെയേ പറയണമെന്ന് വിചാരിച്ചു ഒന്നും പറയാൻ കിട്ടാത്ത ചില സമയത്ത് ഓരോ അവസ്ഥകൾ ഉണ്ടാവില്ലേ. ബിഗ് ബോസ് ജാസ്മിൻ വരുമ്പോൾ ഇപ്പൊ നിങ്ങള് പറയുന്നത് ജാസ്മിൻ പറഞ്ഞ പോലെ പറയാ. പിന്നെ മനുഷ്യന് സങ്കടം വന്നു കഴിഞ്ഞാൽ സംസാരിക്കാനൊന്നും കഴിയില്ല സുനി. അത് മുഖത്ത്, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്തുണ്ടാവും. പിന്നെ നമ്മൾ എത്ര ചിരിച്ചു കളിച്ചാലും അതൊരു അഭിനയാവില്ലേ? അതെ അതെ. അല്ലല്ലാന്നോ? അതേന്ന്. വേഗം വെക്ക്, മറ്റത് കൂട്ടിട്ട്. ഇപ്പൊ വരും കുഞ്ഞുണ്ണി. നോക്കി നോക്ക്, ആ പട്ട കൊണ്ടുവന്ന് വെച്ചോടത്ത ആളടി നിനക്ക് ചെനക്കാന്. നിനക്ക് വേറെ എവിടെയും ചെനക്കാൻ കിട്ടിയില്ല. നമ്മള് കൊറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ പുറത്ത് അടുപ്പില് ഭക്ഷണം ഉണ്ടാക്കുന്നത്. കൊറേ ആയില്ലേ ഈ മഴ തുടങ്ങിയ മുതല് നമ്മള് പുറത്തടുപ്പിൽ അങ്ങനെ വെച്ചിട്ടില്ലല്ലോ. പിന്നെ കുട്ടികൾക്ക് രാവിലെ ചിലപ്പോ വെള്ളം ചൂടാക്കാൻ എന്തിനെങ്കിലും എടുക്കും. അവിടുത്തെ ആ കല്ലില്ലേ, അത് പൊട്ടിച്ചിട്ടേക്കണം കേട്ടോ. 2-3 ദിവസമായി. ഇനി അത് സിമെന്റ് കൊണ്ടുവന്ന് അതന്ന് അടയ്ക്കണം. തീ കത്തണുണ്ടോ? തീയൊക്കെ കത്തുണ്ട്. കരിഞ്ഞു പോകല്ലേ കൊള്ളി. അത് ഇവിടെ ഇങ്ങനെ അടച്ചു വിടണം. മുഖത്തേക്ക് വരുന്നത് തീ ഫ്രണ്ടിലിരിക്കുമ്പോ. ഇപ്പൊ മനസ്സിലായില്ലേ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്? ഇനി 2 ദിവസം എന്താ ചെയ്ത് നോക്കുക, പറയാം. അപ്പൊ അങ്ങോട്ട് മാറിയിരിക്കുക. കരുവാളിക്കും. പിന്നെ ഇത് കൊണ്ട് കരുവാളിക്കല്ലേ. അതോടെ നിനക്ക് മുഖത്ത് കുരു വന്ന് ഇതിലിരുന്നിട്ട് അതുകൊണ്ട് വന്നിട്ടുണ്ട് മുഖത്ത് കുരു വന്ന്. പൊന്നോ, മറ്റവരവിടെ ചെക്കനെവിടെ ചെറുത്? ഇത് പൊടിച്ചിപ്പോ എവിടേക്കാ പറഞ്ഞ പോലെ ചെറുതുറങ്ങണേ. അതും കൊണ്ടാണ് ഇന്നിപ്പോ സുകന്യനെ കൊണ്ട് ഞാനൊരു കുക്കിങ് ചെയ്യിപ്പിക്കാൻ വിചാരിച്ചു. ഇന്നത്തെ സുകന്യയുടെ സ്പെഷ്യല് വല്ലാത്തൊരു സ്പെഷ്യലാട്ടോ. മത്തം കൊണ്ട് ഓലുണ്ടാക്കുകയാണ്. പാലൊക്കെ ഒഴിക്കാന്ന് വിചാരിച്ചപ്പോ വേണ്ടാന്ന്. ഇവരാ പറഞ്ഞു ഞാനൊന്ന് ആടി എന്നെ പറയുന്നത് തേങ്ങ ചെരുകുന്ന്. അപ്പൊ ഞാനല്ലേ പറഞ്ഞത്, അവരാ പറഞ്ഞത് അങ്ങനെ ചെയ്യണ്ടാന്ന്. പച്ച വെളിച്ചെണ്ണ ഒഴിക്കില്ലേ, തേങ്ങാപ്പാൽ ഒഴിക്കുക. അങ്ങനെ മതിന്ന്. പച്ച വെളിച്ചെണ്ണ ഒഴിക്കും ലാസ്റ്റ്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ വേണ്ട. ആയില്ലേ? വന്നോ? ഇല്ല, നല്ല പോലെ. നല്ലപോലെ ഉടയണ്ടത്. ആന്നോ? ഉടയണം. എന്താ ഉടയാണ്ട്? നല്ലപോലെ ഉടയണേ.
തുടയുന്നില്ല വേവില്ല സംഭവം ഇന്നത്തെ വേവ് സാധനമേ വെഗു സാധനമേന്ന് മത്തൻ എന്നെ പറ്റിച്ചു നിന്നെ പറ്റിച്ചൂന്നോ? എങ്ങനെ? ഇതുണ്ടോ വെന്ത് ഉടയുന്നില്ല സാധനം. അത് വേവ് ഉടയണ്ടേ എന്നാലേ രസമുള്ളൂ. ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉപ്പുണ്ടോ, എരിവുണ്ടോ, മുളകുണ്ടോ? അതൊക്കെ ഉണ്ട്. ഉണ്ടോ? അപ്പൊ ഇനി ഒന്നും കൂടി നല്ലപോലെ തിളക്കട്ടെ. എല്ലാം മുൻകിനു അല്ലാതെ ഇങ്ങനെ ഉടയും തന്നെ ഉടയും. ഈ കൂട്ടാനുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കണം കേട്ടോ, ചൂടോടെ കഴിക്കണം എന്നാലും നല്ല ടേസ്റ്റ് ആവും. ആദ്യത്തെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഈ കണ്ണ് എന്തെങ്കിലും ആക്കിയെന്ന് വെച്ചാ പുക എന്റെ കണ്ണിക്ക് കൂടുന്നു, എന്റെ കണ്ണിൽ വെള്ളമൊക്കെ വരാൻ വരുന്നു. അതുകൊണ്ട് കണ്ണടച്ച് പിടിച്ചിട്ട് അല്ലാതെ ശരിയാവില്ല. അല്ലെങ്കിൽ എന്റെ കണ്ണിന്റെ പകുതി ഡോക്ടറിന്റെ അടുത്ത് കൊണ്ട് കാണിക്കേണ്ടി വരും. ഇന്നലെ കൊണ്ടുവരുന്നു കണ്ടോ. ചൂടോടെ ഇപ്പൊ കഴിക്കുകയാണെങ്കിൽ സൂപ്പറാണ്, സൂപ്പർ സാധനം കേട്ടോ. ഇത് തന്നെ കണ്ടോളൂ, എല്ലാരും കണ്ടോളൂ, എല്ലാരും കണ്ടോളി. മേമുണ്ടാക്കിയതാണ്, ബെസ്റ്റാണ്. ചോറ് എടുത്തോളി, കഴിച്ചോളി. ആർക്കും വേണ്ട കണ്ടോ, ആർക്കും വേണ്ട സാധനങ്ങളെ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിട്ട് വേണ്ട. ഞാൻ കഴിക്കടി സുകന്യെ അല്ലേ? സുകന്യനെ ഞാൻ നിരുത്സാഹപ്പെടുത്തില്ല. ഞാൻ ഉണ്ടാക്കിയത് ആർക്കും വേണ്ടത് കേട്ടോ. ഞാൻ കരയൂ. മതി, നീ കിടക്കണ്ട. ഇല്ല അങ്ങണ്ട് നല്ല കുറച്ച് വെളിച്ചെണ്ണ വെക്കും കേട്ടോ. വെളിച്ചെണ്ണ വെറുതെ കൊഴിച്ച് തൂടി കൊടുത്താ മതി. എന്തായാലും കൈ വറക്കണ്ടല്ലോ. പിന്നെ വറക്കാതിരിക്കോ? അങ്ങനെ പോയ ഞാൻ എന്താ ചെയ്യാ? പനി പാടില്ലേ? അങ്ങനെ പോയി എന്താ ചെയ്യാൻ? പനി പാടില്ലേ? അവിടെ അങ്ങനെ പോകാൻ പാടില്ല. അങ്ങനെ പോകാൻ പാടില്ല. പറയാൻ പറ്റില്ല. ഇഷ്ട കയ്യല്ലേ, എപ്പോഴും എന്ത് സംഭവിച്ചു പറയാൻ പറ്റില്ല. എന്റെ ദൈവമേ, ഒരു കൂട്ടാൻ വെക്കുന്ന ഒരു കോലം നോക്ക്. ഒരു കാല് പുറത്തും ഒരു കാലിന്റെ കഴിഞ്ഞു കേട്ടോ. പണി കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക്. വരൂ, ഫൈനൽ ലുക്ക് കാണൂ. വരൂ, ഓടി വരൂ. ഇതാണ് കുട്ടാന്റെ ഫൈനൽ ലുക്ക്. കണ്ടോളൂ എല്ലാരും. 2 കറിവേപ്പിന്റെലയും കൂടി വേണ്ടതായിരുന്നു. കറിവേപ്പിന്റെ ഫ്രിഡ്ജിലില്ല. ഞങ്ങള് ഫ്രിഡ്ജിലുള്ള കറിവേപ്പിന്റെ ഇല മാത്രമേ എടുക്കുള്ളൂ. ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കറിവേപ്പിന്റെ ഇല എടുക്കില്ല കേട്ടോ. അവിടെ വെച്ചിരുന്നു എടുക്കുക. അപ്പുറത്തെ വീട്ടിൽ പോയി കറിവേപ്പിന്റെ ഇല എടുക്കണാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ തൊടാൻ പറ്റാത്തൊരു സമയമൊക്കെ ആകുമ്പോ നമ്മൾ പോയി പറിക്കാറില്ല. നീ വാങ്ങ്. അത് പൊന്നൂസും നീച്ചു വാങ്ങാൻ പോകാനേ. വാങ്ങി വെക്കണു കേട്ടോ. ഇങ്ങോട്ട് മാറ്റി വെക്കണു. എന്താ വെച്ചാലേ ഇതിലെത്തി വെള്ളം വെക്കാലേ, അടിച്ചേക്കാന്നല്ല. പൊന്നൂസ് നീച്ചു. ഓ എന്റെ അതിനെടുക്ക് പോയിട്ട്. അപ്പൊ കരയണു. എന്റെ കുട്ടി നീച്ചു. ബാക്കി അടുത്ത് പറയും. നമ്മള് കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. സൂര്യ എങ്ങനെ തന്നെ പഠിക്കേ. ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നേ. അടിപൊളി. നിനക്ക് വേണ്ടേ? എന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതിനെ പറയണതേ, ചെറുതൊന്ന് വലുതിക്കുന്ന. നിന്നെ കാണിക്കില്ല. പറ എങ്ങനെ. ചെറുതെന്നാണ് വെല്ലിക്കെന്ന് പറഞ്ഞല്ലേ. സുകന്യയുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് കേട്ടോ മത്തൻ കറി. എന്താണെന്ന് പറഞ്ഞ വെച്ചാൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയല്ലേ. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ആണ്. ചൂടുള്ള ചോറിന് കഴിക്കാനൊക്കെ അടിപൊളിയാണ്. സുകന്യ അടിപൊളി. ഇനി ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. എന്നിട്ട് വേണം നമ്മളൊരു കുക്കാവാന്. അവളെ പ്രോത്സാഹിപ്പിക്കണ്ടേ. ചെറുത് ചെയ്താലും വലുത് ചെയ്താലും ചെയ്യാനൊരു മനസ്സ് കാണിച്ചില്ലേ. അപ്പൊ അതിന് അടിപൊളി. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാത്തവരധികം ആരും ഉണ്ടാവില്ല കേട്ടോ. നമ്മള് കുറേ പേര് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും. കുറേ പേരുടെ റിക്വസ്റ്റ് ആണ് സുകന്യനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കോ എന്നുള്ളത്. അപ്പൊ നമ്മള് സുകന്യനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. ഇനി അതേപോലെ ഓരോന്ന് ചിക്കനും എല്ലാതുമായിട്ട് ഇങ്ങനെ വരും അല്ലേ? വരില്ലേ? വരും. ഒരുത്തി അവിടെ കിടന്ന് ചിരിക്കണുണ്ടാന്ന്. ഇവളെല്ലാവരും കളിയാക്കണെന്ന് അറിയണവളെ. എന്താ എല്ലാരും കളിയാക്കുക എന്നല്ല, അടുക്കളയിൽ ചെയ്തു നോക്ക് പറഞ്ഞിട്ട്. പക്ഷെ ഇതാ കണ്ടില്ലേ, അപ്പൊ നമ്മളത് കഴിയണ വരെ പൊന്നൂസ് നീക്കാത്തത് ഭാഗ്യം. അതുകൊണ്ടാണ് അവള് ചെയ്യുന്നത് കാണാൻ പറ്റിയത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.